നമ്മൾ നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവരുടെ വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ബക്കറ്റുകളിൽ നമ്മൾ ചെടികളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചില ടബുകളിലൊക്കെ ഒരു ടബിൽ നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇവരുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ കാണുന്ന ബോക്സുകളിലും അതുപോലെ ഈ കാണുന്ന ട്രേകളിലുമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഈ ട്രേകളിലൊക്കെ ഫുള്ളായിട്ട് നമ്മളിതുപോലെ ചെടികൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ട്രേകളിൽ കിടക്കുന്നത് മൊത്തം കുഞ്ഞുങ്ങളാണ്. അവിടെ കാണിച്ച നീല ബോക്സിൽ ഒരു ബോക്സിൽ അഡൾട്ട് കിടക്കുന്നുണ്ട്, രണ്ട് ബോക്സിൽ പിന്നെ കാണിച്ച രണ്ട് ബോക്സിലും കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും, ആ ബോക്സുകളിൽ അതായത് കുഞ്ഞുങ്ങൾ കിടക്കുന്ന രണ്ട് ബോക്സുകളിൽ മുമ്പ് കിടന്നിരുന്നത് നമ്മുടെ മെയിലും ഫീമെയിലും ആയിരുന്നു ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. നിർഭാഗ്യവശാൽ അവർ രണ്ടുപേരും ഡെഡായി പോവുകയാണ് ഉണ്ടായത്. അത് ഇന്നലെ ഒന്നും സംഭവിച്ചല്ല, ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ 3 വലിയ സൈസാണ് ഉണ്ടായിരുന്നത്. അതിലൊരു മെയിലാണ് ഈ കിടക്കുന്നത്, പിന്നെ ഒരു മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. ഇതിനേക്കാളും കുറച്ചും കൂടി സൈസ് കൂടിയതായിരുന്നു. അവരെയാണ് നമ്മൾ ബ്രീഡിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു മാസം മുമ്പ്, ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട്, അവർ രണ്ടുപേരും ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ആ സമയത്ത് നമ്മുടെ കയ്യിൽ ചെടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ എല്ലാ ക്രേറ്റുകളിലും അതുപോലെ തന്നെ ബോക്സുകളിലും ചെടികൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് കണ്ടില്ലേ, ഇതുപോലെ ആ സമയത്ത് ചെടികൾ ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെടികൾക്ക് വേണ്ടി ടാങ്കൊക്കെ കെട്ടി, പക്ഷേ ചെടികൾ വളരുന്നില്ല. കാരണം ആ സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർമേഘവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ചെടികൾ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നേരത്തെ കാണിച്ച ബോക്സുകളിൽ നമ്മൾ എടുത്ത് മാറ്റിയതാണ്. വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് നമ്മളെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കാറുണ്ട്. PVC ഒക്കെ നിങ്ങൾക്ക് കാണാൻ തൊട്ട് നമ്മൾ അടുത്ത് തന്നെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, അതുപോലെ ചെടികളില്ലാത്ത ഒരു ട്രെയിൽ മുട്ടയിട്ട ഒരു ഫീമെയിൽ ഡെഡായി പോയതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാട്ടോ, കുഞ്ഞുങ്ങളുടെ സൈസാണ് ഈ കാണുന്നത്. നല്ല വലിയ സൈസിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ ബോക്സിലും അതുപോലെ തന്നെ അപ്പുറത്ത് കാണിച്ച ട്രേകളിലൊക്കെ ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. ഈ സൈസിലൊന്നും ഇനി ശരിക്കും പറഞ്ഞാൽ ഇവർ ഡെഡായി പോവില്ല. തീരെ പൊടി സൈസായിരുന്നു ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രീഡിങ്ങിൻ്റെ സമയത്ത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 19 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 20-25 കുഞ്ഞുങ്ങൾ കാണുമായിരിക്കും. കാരണം അത്രയധികം പൊടിക്കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കാൻ മാത്രമുള്ള സ്പേസ് ഈ ബോക്സിനകത്തില്ല. മാത്രമല്ല ഇവർ ഫൈറ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർക്ക് കാനിബലിസ്റ്റിക് സ്വഭാവമുണ്ട്. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നുണ്ട്. ചിലതിനൊന്നും കൈയൊന്നുമില്ല, അതായത് ക്ലോസ് ഉണ്ടല്ല, കടിക്കുന്ന സാധനം, അതൊക്കെ മിസ്സിംഗ് ആണ് ചിലതിൻ്റെയൊക്കെ. ഇത് തൊട്ടപ്പുറത്തെ ബോക്സിൽ എടുക്കുന്ന നമ്മുടെ അലിഗേറ്റർ കാറാണ്. ശരിക്കും ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫാമിൽ നിന്ന് പണ്ട് വാങ്ങിയതാണ്, ഒരു ക്രേഫിഷ് ഫാമിൽ നിന്ന് 6 കുഞ്ഞുങ്ങളെ. അതിനെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു 3 ഡെഡായി പോയി. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. അവസാനം സർവൈവ് ചെയ്ത 3 വലിയ പീസിൽ നിന്നാണ് നമ്മൾ ബ്രീഡിങ് ചെയ്തത്. അങ്ങനെ ബ്രീഡിങ് കഴിഞ്ഞപ്പോൾ മെയിലും ഫീമെയിലും ഡെഡായി പോയിട്ട് ഒരു അഡൾട്ട് പീസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അന്നത്തെ 6 പീസിൽ ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വലിയ സൈസിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ 1-2 കുഞ്ഞുങ്ങളെ ഒരു ട്രേയിൽ ഇട്ടിരുന്നു. നേരത്തെ കാണിച്ച ട്രേയിൽ ഒരെണ്ണത്തിൽ ഇട്ടിരുന്നു. അതിനകത്ത് എണ്ണം കുറച്ചിട്ടിരുന്ന ഒരു ട്രേയിൽ നല്ല റിസൾട്ടാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വാട്ടർ ചേഞ്ച് ചെയ്താണ്. ഇന്ന് വന്ന് ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട സൈസല്ല ഇപ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്, ഇവരെ നമ്മൾ ഒറ്റയ്ക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. ഇതേപോലെ ഒരുമിച്ച് ഇടുമ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്തും വലുതും ചെറുതും തമ്മിലൊക്കെ ഫൈറ്റ് ആകുമ്പോൾ സ്ട്രെസ് വരും. അപ്പോൾ ചെറുതിന് ഗ്രോത്ത് കിട്ടില്ല. നേരത്തെ ഞാൻ കാണിച്ച ആ ചെറിയ ട്രേയിൽ നമ്മൾ ഹൈഡിങ് സ്പോട്ടും ഈ ചെടി വിട്ട് കവർ ചെയ്ത് ഒരു സിംഗിൾ പീസിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ സമയം കൊണ്ടാണ് അവർ വലുതാവുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 19 കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുപോലെ നമുക്ക് എല്ലാത്തിനെയും നമുക്ക് ഇതുപോലെ സിംഗിൾ ട്രെയിലിട്ട് വളർത്താനായിട്ട് സാധിക്കില്ല. നിങ്ങൾ മഡ് ക്രാബുകളൊക്കെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവർ ഓരോ പീസിനെയും നമുക്ക് ഡെഡായി പോകാതെ തന്നെ ഫുള്ളായിട്ട് വളർത്തി വലുതാക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ടാങ്കുകൾ സെറ്റ് ചെയ്താലും മതി. അതായത് വലിയ ടാങ്കുകൾ, അതിപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കട്ടകളൊക്കെ യൂസ് ചെയ്ത് അതിനകത്ത് കട്ടിയുള്ള ടാർപോളിൻ, ഇവർ കടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല കട്ടിയുള്ള ടാർപോളിൻ വിരിച്ച് നമുക്ക് വേണമെങ്കിൽ വലിയ ടാങ്കുകൾ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ടാങ്കുകൾ വേണം, എന്നാലേ ഇവരെ ഒരുമിച്ച് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് അതിനകത്ത് നിറച്ച് ഹൈഡിങ് സ്പോട്ടുകൾ, ഈ PVC പൈപ്പുകൾ തന്നെ കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചെടികൾ, ഈ സാൽവീനിയ ചെടി തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ലൈറ്റ് സെൻസിറ്റീവ് ആണ് ശരിക്കും ഇവർ. വല്ലാതെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ് വരും. അതുകൊണ്ട് നമ്മൾ ഹൈഡിങ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹൈഡിങ് സ്പോട്ട് പോരാ, നമ്മൾ ചെടികളും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയർ ഡെഡായി പോയി എന്ന് പറഞ്ഞതും, പണ്ട് നമ്മുടെ ഒരു ഫീമെയിൽ മുട്ടയിട്ടിട്ട് അത് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഒരു പ്രശ്നം തന്നെയാണ് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ മുട്ടയൊക്കെ ക്യാരി ചെയ്ത് നിൽക്കുന്ന ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഷെല്ല് പൊഴിക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കൊരു ഡാർക്ക് ആംബിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെടികൾ ഫ്ലോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഷെയ്ഡും കാര്യങ്ങളും കിട്ടും. പ്ലസ് അവരത് തീറ്റയായിട്ട് കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ചെടി നമ്മൾ നല്ല രീതിയിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 ഔട്ട്ഡോർ ടാങ്കിലും ഫുള്ളായിട്ട് ഇത് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യം പോലെ എടുത്ത് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. ഓരോ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ നമ്മൾ പഴകിയ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പുതിയത് ഇടാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവർക്ക് ആഴ്ചയിൽ 2 തവണയാണ് നമ്മുടെ സിങ്കിങ് പല്ലറ്റ് ഫീഡ് ചെയ്യുന്നത്. ബാക്കി ഇതിനകത്ത് ചെടികളാണ് അവർ കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്ന നേരത്തെ കാണിച്ച ഒരേ ഒരു മെയിൽ.
പിന്നെ ബാക്കി ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ പീസുകളിലാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പരമാവധി അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടാനുള്ള ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. കുറച്ച് ചെറിയ സ്പേസ് ആണെങ്കിലും കുഴപ്പമില്ല, ഓരോന്നിനെയും നമ്മൾ ഒറ്റയ്ക്ക് ഇടാനായിട്ട് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് നമ്മൾ ഔട്ട്ഡോർ എങ്ങാനും സെറ്റ് ചെയ്യണം. ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡിന് കീഴിലാണ് നമുക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന ടാങ്കിലൊന്നും ഇതിനെ ആരും വളർത്താറില്ല. കാരണം ടെമ്പറേച്ചറിൻ്റെ പ്രോബ്ലം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന ടാങ്കുകളിലൊന്നും ഇവരെ വളർത്താറില്ല. ഇവർക്ക് അങ്ങനെ പ്രശ്നമുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം ഈ ഒരു റെഡ് ക്ലോ ക്രേഫിഷുകളെ ചിലർ ഈ വേറെ രാജ്യങ്ങൾ, ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ നാച്ചുറൽ പോണ്ടുകളിലൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷേ അവർ സൺലൈറ്റൊക്കെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് സൺലൈറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഓപ്പൺ എയറിലാണ് അവർ വളർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ക്ലൈമറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ആ സമയത്തൊന്നും നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ടാങ്കിലൊന്നും നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും ഡ്രസ്സൊക്കെ അടിച്ച എന്തെങ്കിലും ഒരു സംഭവത്തിന് കീഴിൽ മാത്രമാണ് നമുക്ക് ടാങ്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് വലിയൊരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് ഒരുമിച്ച് കുറേ പീസുകളൊക്കെ അതിലേക്ക് ഇറക്കി വിടാം. അങ്ങനെയുള്ള ടാങ്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റെഡ് ക്ലോ ക്രേഫിഷുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിമെൻറ്റ് ടാങ്കുകൾ പോലത്തെ ടാങ്കുകളിലാണ് കൂടുതലും ആൾക്കാർ വളർത്തുന്നത്. നമ്മുടെ നാട്ടിലുള്ള വീഡിയോസ് കാണാനായിട്ട് കിട്ടുന്നത് വളരെ കുറവാണ് യൂട്യൂബിൽ. കൂടുതലും ഇതിനെ വളർത്തുന്ന സ്ഥലങ്ങൾ ഈ പറഞ്ഞ പോലെ ഫിലിപ്പീൻസ് പോലുള്ള സ്ഥലങ്ങളിലാണ്. അവരുടെ നാട്ടിൽ ഇതിനെ അലങ്കാരത്തിനായിട്ടും അതേപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കൊക്കെ ഈ പ്ലേറ്റുകളിൽ ഈ പ്ലേറ്റ് സൈസിൽ വരുന്ന പീസുകളൊക്കെ ഇത്ര സെൻറ്റിമീറ്റർ ഉള്ളത് അല്ലെങ്കിൽ ഇത്ര ഇഞ്ചിനുള്ളത് ആ ഒരു രീതിയിലൊക്കെ ഓർഡറും കാര്യങ്ങളൊക്കെ വരും. അതിനനുസരിച്ച് അവർ ഓർഡർ എടുത്തിട്ട് ഹോട്ടലുകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഫുഡിന് വേണ്ടിയൊന്നും ഇതിനെ ആരും വളർത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതിനെ അലങ്കാരത്തിനായിട്ട് തന്നെയാണ് വളർത്തുന്നത്. പിന്നെ ഇത് അത്യാവശ്യം വില വരുന്ന ഒരു ക്രേഫിഷ് തന്നെയാണ്. ഇതിൻ്റെ കുഞ്ഞിനെ ഞാൻ ഫാമിൽ നിന്ന് വാങ്ങിയത് ഒരു പീസിന് 150 രൂപയ്ക്കാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 2.5 ഇഞ്ച് വരുന്ന കുഞ്ഞിനെയാണ് ഞാൻ വാങ്ങിയത്. അതിന് 150 രൂപയാണ് ഒരു പീസിന് വില വന്നത്. അപ്പോൾ ഇതിൻ്റെ അഡൾട്ട് സൈസിന് ഏകദേശം എത്ര പ്രൈസ് വരും എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ സെയിൽ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഹോബിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഈ ട്രെയിൽ ഞാൻ 2 എണ്ണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരെണ്ണത്തിൻ്റെ സൈസാണ്, നല്ല സൈസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ട സൈസല്ല ഞാൻ ഈ വെള്ളിയാഴ്ച വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് കാണുന്നത്. കണ്ടില്ല, അത് ഷെല്ലും കാര്യങ്ങളൊക്കെ പൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈസ് നന്നായിട്ട് കൂടി വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഒരെണ്ണം കണ്ടില്ലേ, അതായത് ഞാൻ കൈയിട്ട സമയത്ത് ഒരെണ്ണം ഓടി പോയിട്ടുണ്ടായിരുന്നു. അതിനെ ഞാൻ രണ്ടാമത് ആഡ് ചെയ്തതാണ്. വേറൊരു ട്രെയിൽ കടിപിടി കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടതാണ്. അതിൻ്റെ സൈസ് പെട്ടെന്ന് വയ്ക്കുന്നില്ല, അതായത് പെട്ടെന്ന് ഇൻക്രീസ് ആയിട്ടില്ല. മറ്റേതിൻ്റെ ഇൻക്രീസ് ആയ പോലെ ഇതേ കണ്ടില്ലേ. ഇതല്ലാണ്ട് വേറെ ഒരെണ്ണമുണ്ട്. ആ വലിയ സൈസ് ഇതേ ഈ വെള്ള PVC അകത്താണ് ഇരിക്കുന്നത്. തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഇതേ കണ്ടില്ലേ, കണ്ടോ അതിൻ്റെ സൈസ് കണ്ടില്ലേ. പെട്ടെന്നാണ് ഞാൻ ഞെട്ടിപ്പോയി അതിൻ്റെ സൈസ് കണ്ടപ്പോൾ. പെട്ടെന്ന് വലുതായി. മറ്റേതിൻ്റെ സൈസ് കണ്ടോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ച് സൈസ് കൂടുതലേ ഇതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ ഡബിൾ സൈസ് പോലെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വാട്ടർ ചേഞ്ച് ചെയ്ത് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. തീറ്റ ശനിയാഴ്ച ഞാൻ ഇട്ട് കൊടുത്താണ്. വെള്ളിയാഴ്ച വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് ഫീഡ് ചെയ്യുന്നത്. അങ്ങനെ ശനിയാഴ്ച വന്ന് ഫീഡ് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഈ വെള്ളിയാഴ്ചയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഇതിലെ ചെടികളും കാര്യങ്ങളെല്ലാം പുറത്തെടുക്കുന്നത്. അതിനുശേഷം PVC ഇതുപോലെ പൊക്കി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഈ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഈ ട്രേകളിൽ എണ്ണം കുറവാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഫീഡ് ചെയ്യാറില്ല. ശനിയാഴ്ചയുള്ള ഫീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഫീഡിംഗ് ഒന്നും ചെയ്യാറില്ല. അതായത് ആഴ്ചയിൽ ഒറ്റ തവണയാണ് ട്രേകളിൽ ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ ചെടികൾ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എണ്ണം കുറച്ച് ഇടുന്ന ട്രേകളിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ചെറിയ സൈസിന് എടുത്ത് മാറ്റാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെ വേറൊരു ട്രെയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ റെഡ് ക്ലോ ക്രേഫിഷുകളുടെ അപ്ഡേറ്റ്. ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങളെ നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഡൾട്ട് സൈസ് ഒരെണ്ണമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഉള്ള സർവൈവ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സക്സസ്ഫുള്ളായിട്ട് തന്നെ വളർത്തി വലുതാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്രേഫിഷുകളിൽ ഈ ഒരു റെഡ് ക്ലോ ക്രേഫിഷുകളിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. വേറെ വെറൈറ്റികളിലൊന്നും ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.